കേരള സാങ്കേതിക സർവകലാശാലയിലെ ഭരണപ്രതിസന്ധി ചോദ്യം ചെയ്തുള്ള വിസിയുടെ ഹർജിയിൽ സർക്കാരിനും സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർക്കും ഹൈക്കോടതിയുടെ നോട്ടീസ്. വൈസ് ചാൻസലറുടെ ഹർജിയിൽ സർവകലാശാലയിലെ ഇടത് അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ കക്ഷി ചേരും. സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിയിൽ ഇടപെടാനാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ നീക്കം. വൈസ് ചാൻസലർ ഡോക്ടർ എ ശിവപ്രസാദിന്റെ ഹർജിയിൽ ധനകാര്യ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിമാരും സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറും ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണം. വിസിയുടെ ഹർജിയിൽ സർവകലാശാലയെ സ്വമേധയാ കക്ഷി ചേർത്ത് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ഹർജിയിൽ ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അടുത്ത ചൊവ്വാഴ്ച വിശദമായ വാദം കേൾക്കും. 9-അംഗ സിൻഡിക്കേറ്റിൽ സർക്കാർ പ്രതിനിധികൾ പങ്കെടുത്തില്ലെങ്കിലും ക്വാറം തികയാൻ മതിയായ അംഗങ്ങളുണ്ടല്ലോ എന്ന് വിസിയോട് ഹൈക്കോടതിയുടെ ചോദ്യം. യോഗം ചേരാൻ ചാൻസലർക്ക് തന്നെ നോട്ടീസ് നൽകാമല്ലോ എന്നും ഹൈക്കോടതി ആരാഞ്ഞു. ഹർജിയിൽ കക്ഷി ചേരാനാണ് സർവകലാശാല സിൻഡിക്കേറ്റിന്റെ തീരുമാനം. ഹർജിയിൽ ഇടത് അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും കക്ഷി ചേരും. വൈസ് ചാൻസലർ വസ്തുതകൾ മറച്ചുവെച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് സിൻഡിക്കേറ്റിന്റെയും സംഘടനകളുടെയും മറുപടി വാദം. സാങ്കേതിക സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിയിൽ ചാൻസലർ ഇടപെടും. വിഷയത്തിൽ എന്ത് തരത്തിലുള്ള ഇടപെടലാണ് വേണ്ടതെന്നായിരുന്നു വിസിയോട് രാജ്ഭവന്റെ ചോദ്യം. കാര്യങ്ങൾ വിശദീകരിച്ച് ഒരിക്കൽ കൂടി വൈസ് ചാൻസലർ ഗവർണർക്ക് കത്ത് നൽകും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.